കേപ്പ് വെർദ വെറുതെ വന്നതല്ല, വിറപ്പിക്കാൻ വന്നവർ. അവർ മടങ്ങി. കാൽപന്തിൽ കവിതകൾ രചിക്കുന്ന മൈതാനങ്ങളെ തീപിടിപ്പിച്ചും പുതിയ ആരാധക ലോകത്തെയും സ്വന്തമാക്കിയാണ് വൊസീഞ്ഞോയും കൂട്ടരും വിടവാങ്ങിയത്. 5 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള കൊച്ചു രാജ്യം. ആ ജനതയുടെ മുഴുവൻ പ്രതീക്ഷയുമായി എത്തിയ കേപ്പ് വെർദെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ വരിഞ്ഞു മുറുക്കി. ശക്തമായ പ്രതിരോധവും വൊസീഞ്ഞോ എന്ന കാവൽ മാലാഖയുമാണ് ആഫ്രിക്കക്കാരെ നോക്കൌട്ട് വരെ എത്തിച്ചത്. 40-കാരന്റെ കൈകൾ കടന്ന് പന്ത് വലയിലെത്തിക്കാൻ മെസ്സി ഉൾപ്പെടെയുള്ളവർ വിയർക്കുന്നത് കണ്ട ലോകകപ്പ് കൂടിയാണിത്. ടൂർണമെന്റിൽ ഉടനീളം ദ്വീപുകാർ എതിരാളികളെ വെള്ളം കുടിപ്പിച്ചു. മുഴുവൻ സമയ പ്രതിരോധത്തിലൂന്നിയായിരുന്നില്ല റയാൻ മെൻഡിസും കൂട്ടരും കളിച്ചത്. കൃത്യമായ സമയത്ത് തീയുണ്ട പോലെയുള്ള ഷോട്ടുകൾ എതിർ പോസ്റ്റിൽ ഇടം കണ്ടെത്തി. ഒടുവിൽ അർജന്റീനയ്ക്കെതിരെ കണ്ടതും അത് തന്നെയാണ്. ബ്ലൂ ഷാർക്ക് എന്ന വിളിപ്പേര് കൂടിയുണ്ട് വെർദേയ്ക്ക്. 2020 മുതൽ ബുബിസ്റ്റ എന്ന പെഡ്രോ ലിറ്റാവോ ബ്രിട്ടോ തേച്ചു മിനുക്കിയതാണ് ദേശീയ ടീമിലെ ഈ കുന്തമുനകളെ. 15,000 പേരെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്റ്റേഡിയം ഹോം ഗ്രൗണ്ടാക്കി കളിക്കുന്ന ടീമിന് അർജന്റീന ഉൾപ്പെടെയുള്ള കരുത്തന്മാരെ വിറപ്പിക്കാൻ കഴിഞ്ഞു. ലോകകപ്പിൽ ആദ്യമായി എത്തിയതാണെങ്കിലും 4 തവണ ആഫ്രിക്ക കപ്പ് കളിച്ചിട്ടുണ്ട്. 2 തവണ ക്വാർട്ടർ ഫൈനലിലും എത്തിയിരുന്നു. റൗണ്ട് 32-ൽ ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ തന്നെ. ആദ്യ കളിയിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. കരുത്തരായ ഉറുഗ്വേക്കെതിരെ 2-2. സൗദിയെ സമനിലയിൽ പിടിച്ച 2ാം സ്ഥാനക്കാരായി നോക്കൌട്ടിലെത്തി. കന്നിവരവിൽ കിരീടത്തെക്കാൾ മധുരമുള്ള യാത്ര. ഇന്നിപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരോട് പരാജയപ്പെട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഒരിക്കൽ പോലും അവർക്ക് തലകുനിക്കേണ്ടി വരില്ല. കാരണം അർജന്റീനൻ ആരാധകരുടെ മാത്രമല്ല, ഫുട്ബോൾ ലോകത്തിന്റെ നെഞ്ചിടിപ്പേറ്റി കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചാണ് മടക്കം. കാണാം, കാത്തിരിക്കാം അടുത്ത പോരാട്ടത്തിനായി. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.